നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യാത്രക്കിടെ വന്ദേ ഭാരത് ട്രെയിനിൽ പുക ഉയർന്നു. തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് C5 കമ്പാർട്ട്മെന്റിലാണ് പുക ഉയർന്നത്. കാസർഗോഡേക്കുള്ള ട്രെയിൻ ആലുവയിൽ എത്തിയപ്പോൾ അലാം മുഴങ്ങുകയായിരുന്നു. കളമശ്ശേരിക്കും ആലുവയ്ക്കും ഇടയിൽ ട്രെയിൻ എത്തിയപ്പോഴായിരുന്നു സംഭവം. ഈ സമയം ട്രെയിൻ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു. ഇതോടെ യാത്രക്കാരെല്ലാം തന്നെ പരിഭ്രാന്തരാകുകയും ചെയ്തു. ബോഗിക്കുള്ളിൽ അപ്പോഴേക്കും പുക നിറഞ്ഞിരുന്നു. തൊട്ടു മുൻപിൽ ഇരിക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ പുക പടർന്നിരുന്നു. തുടർന്ന് ആലുവ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി ഉടനെ തന്നെ കോച്ചിലെ വാതിലുകളെല്ലാം തുറന്നിട്ടു. 23 മിനിറ്റ് ട്രെയിൻ നിർത്തിയിട്ട് പരിശോധനകൾ നടത്തി. പുക ഉയർന്ന ഉടനെ C5 ബോഗിയിലെ യാത്രക്കാരെ മറ്റൊരു ബോഗിയിലേക്ക് മാറ്റുകയും ചെയ്തു. ആർക്കും തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായില്ലെന്ന് റെയിൽവേ അറിയിച്ചു. യാത്രക്കാരിൽ ആരോ പുക വലിച്ചതാണെന്ന് സംശയിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാരനെതിരെ നടപടിയെടുക്കുമെന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. പുകവലിച്ച യാത്രക്കാരനിൽ നിന്ന് ഭീമമായ തുക പിഴയായി ഈടാക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കി. 23 മിനിറ്റാണ് ട്രെയിൻ നിർത്തിയിടേണ്ടി വന്നത്. ട്രെയിനിൽ പുക വലിക്കരുതെന്ന യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് യാത്ര പുനരാരംഭിച്ചത്. എന്തായാലും CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ഏത് യാത്രക്കാരനാണ് ഇത്തരത്തിൽ ട്രെയിനിൽ പുക വലിച്ചത് എന്ന് കണ്ടെത്താനാണ് റെയിൽവേയുടെ ശ്രമം. പരിശോധനകൾ നടത്തിയ ശേഷം കാസർഗോഡേക്കുള്ള വന്ദേ ഭാരത് ട്രെയിൻ 9:24 യാത്ര തുടർന്നു. വലിയ ആശങ്കയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. എന്തായാലും പരിശോധനകളിൽ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്തിയിട്ടുമില്ല. അതിനാലാവാം പരിശോധനകൾക്ക് ശേഷം ട്രെയിനിന് യാത്ര തുടരാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ടാവുക. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ബംഗളൂരു വരെ നീട്ടിയതായി റെയിൽവേ ബോർഡ് അറിയിച്ചിരുന്നു. എന്നാൽ സർവീസ് എന്നു മുതലാണ് തുടങ്ങുന്നതെന്ന് വ്യക്തമാക്കിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വന്ദേ ഭാരത് രാത്രി 12:40 മംഗളൂരുവിൽ എത്തുക. രാവിലെ 6:15 മംഗളൂരുവിൽ നിന്ന് പുറപ്പെടും. ആഴ്ചയിൽ 6 ദിവസവും വന്ദേ ഭാരത് സർവീസ് നടത്തും. ബുധനാഴ്ചകളിൽ സർവീസ് ഉണ്ടാകില്ല. മംഗളൂരുവിൽ പുതിയ പ്ലാറ്റ്ഫോമുകളുടെ പണി പൂർത്തിയായ സാഹചര്യത്തിൽ വൈകാതെ ട്രെയിൻ ഓടിത്തുടങ്ങിയേക്കുമെന്നുമാണ് കരുതുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന കേരളത്തിലെ വന്ദേ ഭാരത് മംഗളൂർ വരെ നീട്ടുന്നത് യാത്രക്കാർക്ക് വളരെ ആശ്വാസമാണ്. നിലവിൽ 2 വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരളത്തിൽ ഓടുന്നത്. 2023 ഏപ്രിലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ആദ്യ വന്ദേ ഭാരത് കോട്ടയം വഴിയാണ്. 2023 സെപ്റ്റംബറിലാണ് ആലപ്പുഴ വഴി 2ാം വന്ദേ ഭാരതിന് തുടക്കമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.